2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വാശിയേറിയ ഒന്നായിരിക്കും എന്നെല്ലാവർക്കും അറിയാം. ഇവിടെ എപ്പോഴും മുന്നണികൾ തമ്മിൽ നേരിയ വ്യത്യാസത്തിലാണ് ഭരണം നേടുന്നതും നഷ്ടപ്പെടുന്നത്. ആ അർത്ഥത്തിൽ നിരവധി സർവേകൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ലോക് പോളിന്റെ മെഗാ സർവേ റിസൾട്ട് വന്നിട്ടുണ്ട്. പൊതു സർവേകളിൽ നിന്നും വലിയ വ്യത്യാസമില്ലാതെ തന്നെയാണ് ലോക് പോൾ സർവേയുടെ റിസൾട്ടും വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് UDF LDF മീതെ വോട്ട് നേടി, സീറ്റ് നേടി അധികാരത്തിലെത്തും. UDF കേവല ഭൂരിപക്ഷത്തിനും കിട്ടേണ്ട നല്ല ഇതോടുകൂടി കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്നാണ് ഈ സർവേയും പറയുന്നത്. അവർ പറയുന്ന കാരണങ്ങൾ കുറെ കൂടി വിശ്വസനീയമാണ് എന്നത് ഉണ്ട്. അവരുടെ പ്രൊജക്ഷൻ അനുസരിച്ച് 39-41% LDF കിട്ടുകയെങ്കിൽ അതിനും UDF 43 മുതൽ 45% വരെ കിട്ടും. എന്ന് പറഞ്ഞാൽ 2%-4% വരെ വ്യത്യാസം ഈ രണ്ട് മുന്നണികളും തമ്മിലുണ്ടാവും. 13-15% വോട്ടുകളാണ് NDA മുന്നണി പ്രതീക്ഷിക്കുന്നത്, 2% മറ്റു കക്ഷികൾ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മൾ പോകുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് UDF മേൽക്കൈ നേടുന്നു എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ കാരണങ്ങൾ അവർ പറയുന്നു. അത് കുറെ കൂടി യുക്തിസഹമായ കാരണങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ വിഷയം ശബരിമല തന്നെയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള LDF എന്ന സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ വല്ലാതെ തകർത്തിരിക്കുന്നു. കാരണം അതിൽ അറസ്റ്റിലായി പോയ ആളുകൾ ഒക്കെ LDF നേതാക്കന്മാരാണ് എന്ന് മാത്രമല്ല, CPM നേതാക്കന്മാർ ഒക്കെയാണെന്ന് മാത്രമല്ല, അവർക്കെതിരെ ഒന്നും നടപടിയെടുക്കാൻ CPM തയ്യാറായിട്ടില്ല എന്നുള്ളത്. അത് ഈ കൊള്ളയുടെ വലിയ ഭാഗം എന്നല്ല മിക്ക ഭാഗവും നടന്നത് LDF അധികാരത്തിലിരിക്കുമ്പോഴാണ് എന്നുള്ളത്. ഇതിന്ന് തെറ്റിക്കാൻ വേണ്ടി സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന പടമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പൊ കൊടിമരത്തിന്റെ വിഷയത്തിൽ എടുത്ത നിലപാട്, അക്കാലത്ത് UDF മെമ്പർമാരായിരുന്നു ഉണ്ടായിരുന്നത് തുടങ്ങിയ വാദങ്ങളൊന്നും ജനങ്ങളിൽ വലിയ തോതിൽ ഏറ്റിട്ടില്ല. കാരണം അന്നും ഭരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന മന്ത്രിയാണ്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ്. ഇത്ര കാലമായിട്ടും അവരുടെ കയ്യിലാണ് വിജിലൻസ്, അവരുടെ കയ്യിലാണ് ഈ സംവിധാനങ്ങൾ മുഴുവൻ. ഹൈക്കോടതി ഇടപെടുന്നത് വരെ ഇക്കാര്യത്തിൽ ഒരു നീക്കം പോലും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തെ വിഷയം അവർ പറയുന്നത്, സാധാരണഗതിയിൽ UDF എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവും, UDF തർക്കം കാണിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഇത്തവണ വളരെ വ്യത്യസ്തമായി തന്നെ തോന്നുന്നു. UDF അങ്ങനെയുള്ള കാര്യമായ തർക്കങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങളില്ല. കക്ഷികൾക്കകത്ത് പ്രത്യേകിച്ചും കോൺഗ്രസ് ആണ് പ്രധാന കക്ഷി. കോൺഗ്രസിനുള്ളിൽ തർക്കമുണ്ടാകുമെന്ന് സാധാരണ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഇത്തവണ അതുപോലും പ്രകടമല്ല. അവര് വളരെ യോജിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്, അതിന്റെ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അവരുടെ ആ കണ്ടെത്തൽ വളരെ ശരിയാണ്. മൂന്നാമത്തെ കാര്യം മതന്യൂനപക്ഷങ്ങളിലുള്ള കൺസോളിഡേഷനാണ്. ഉദാഹരണത്തിന് ഒരു പരിധിവരെ ഇടതുപക്ഷത്തെ പിന്താങ്ങിയിരുന്ന AP വിഭാഗം പോലും, സുന്നി AP വിഭാഗം പോലും ഇത്തവണ മുസ്ലിം ലീഗിന് അനുകൂലമായി, UDF അനുകൂലമായി നിൽക്കുന്നു. അതിന് കാരണങ്ങളുണ്ട്. കാരണം LDF പ്രത്യേകിച്ചും CPM ഒരു ഭൂരിപക്ഷ പ്രീണന നയങ്ങളും വെള്ളാപ്പള്ളി നടേശന്റെ പോലെയുള്ള ആളുകളുടെയുള്ള കൂട്ടും ഇത്തരം കാര്യങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് വലിയ തോതിൽ ആ കൺസോളിഡേഷൻ വരും. മൂന്നാമത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ, സാധാരണഗതിക്ക് UDF വളരെ മുമ്പൊക്കെ നിൽക്കാറ്. കഴിഞ്ഞ കുറെ കാലമായി അവരെ UDF LDF മാറി മാറി നിന്ന ആളുകളാണ്. ഇതിൽ കുറെ വിഭാഗം ക്രിസ്തീയ വിഭാഗങ്ങൾ, പ്രത്യേകിച്ചും കാത്തലിക് ആയിട്ടുള്ള വിഭാഗങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇത്തവണ കോൺഗ്രസിനൊപ്പം നിലയുറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് അവർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ വരുമാന മാർഗം, അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്ന മലയോര കർഷകരാണ്. മലയോര കർഷകരിൽ ഇന്ന് അങ്ങേയറ്റത്തെ പരിഭ്രാന്തി പടർന്നിട്ടുണ്ട്, വലിയ നിരാശ പടർന്നിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ട്, മനുഷ്യനും വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ അവരെ വലിയ തോതിൽ അത് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സർവേ പറയുന്നത്. അത് ശരി തന്നെയാണ്. മൂന്നാമത് ഇതിൻ്റെ തീരദേശത്ത് മറ്റൊരു വിഭാഗം തീരദേശമാണ്. കത്തോലിക്കരുടെ വലിയൊരു വിഭാഗം തീരദേശമാണ്. തീരദേശ മേഖലകളിൽ വലിയ തോതിലുള്ള അസംതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അവരുടെ തൊഴിൽ നഷ്ടം, മറ്റു കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ വളരെ പ്രകടമായി നിലനിൽക്കുകയാണ്. അതുമാത്രമല്ല,
മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF-നകത്ത് ഈ പറഞ്ഞ CPM-ന്റെ അപ്രമാദിത്വത്തിനെതിരായും CPM-ന്റെ ഇത്തരം പോക്കുകൾക്കെതിരായും വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവർ മേഖല തിരിച്ച്, ഏരിയ തിരിച്ച് ഇക്കാര്യത്തിൽ പറ്റി പറയുന്നു. മേഖല തിരിച്ച് പറയുമ്പോൾ ഉത്തരമേഖല 11 മുതൽ 16 വരെ സീറ്റാണ് LDF-ന് പറയുന്നതെങ്കിൽ ആ മേഖലയിൽ 27 മുതൽ 37 വരെ സീറ്റാണ് UDF-ന് പറയുന്നത്. അതിൽ തീർച്ചയായും കണ്ണൂർ ജില്ലയിലും ഒരു പരിധി വരെ കാസർഗോഡ് ജില്ലയിലും ചില സീറ്റുകളിൽ, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലും ചില സീറ്റുകളിൽ LDF-ന്റെ ആധിപത്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് അവരൊരു പരിധി വരെ പിടിച്ചു നിർത്തും. പക്ഷേ കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ, പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്ന കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ വലിയ തോതിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ്. അത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും അത്തരത്തിലുള്ള ഒരു മാറ്റം കണ്ടതാണ്. മലപ്പുറം പോലെയുള്ള ജില്ലയിൽ ഏതാണ്ട് തൂത്തുവാരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക എന്നും ഇതിൽ പറയുന്നുണ്ട്. വയനാട്, മലപ്പുറം മേഖലകളിൽ ഇതിൽ BJPക്ക് ഏതെങ്കിലും സാധ്യതയുള്ളത് കാസർഗോഡ്, മഞ്ചേശ്വരം പോലെയുള്ള ചില പ്രദേശങ്ങളിലാണ്. അതും നമുക്ക് ബോധ്യമാവുന്ന, സത്യമാവുന്ന വസ്തുതകളാണ്. മധ്യമേഖലയിലേക്ക് വന്നാൽ 18 മുതൽ 23 സീറ്റ് വരെയാണ് LDF-ന് പ്രവചിക്കുന്നതെങ്കിൽ 30 മുതൽ 35 വരെ സീറ്റ് UDF-ന് കിട്ടാം എന്നാണ്. അതിനും കാരണം വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂർ, എറണാകുളം, കോട്ടയം പോലെയുള്ള ജില്ലകളിൽ ഇടുക്കി അടക്കം ക്രിസ്തീയ വിഭാഗത്തിൽ വലിയ തോതിൽ അസംതൃപ്തിയുണ്ട്. അത് കർഷകരുടെ അസംതൃപ്തിയുണ്ട്. കേന്ദ്രത്തിൽ, അതായത് കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും BJP ക്രിസ്ത്യാനികളെ വലിയ തോതിൽ ആക്രമിക്കുന്നതിൻ്റെ, ക്രിസ്ത്യൻ മതവിഭാഗത്തെ ആക്രമിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീ അറസ്റ്റ് ചെയ്തൊക്കെ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എന്തൊക്കെ കേക്ക് കൊണ്ട് ചെന്നാലും അവരുടെ ഉള്ളിൽ ആ ഭീതിയുണ്ട് BJPക്കെതിരായ. മുസ്ലിം ന്യൂനപക്ഷത്തിലുള്ള കൺസോളിഡേഷൻ ഏതാണ്ട് അതുപോലെ തന്നെ, മലബാറിലെ പോലെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായും മധ്യമേഖലയിൽ മേൽക്കൈ ഉണ്ടാകും. താരതമ്യേന ഇടതുപക്ഷത്തിന്റെ ശക്തം ആയ മേഖല എന്ന് പറയാവുന്നത് ദക്ഷിണ മേഖലയാണ്. ദക്ഷിണ മേഖലയിൽ 19 മുതൽ 23 വരെ സീറ്റ് LDF-ന് കിട്ടുമ്പോൾ 13 മുതൽ 17 വരെ സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്. മാക്സിമം 2 സീറ്റാണ് NDAക്ക് കിട്ടുന്നത്. അവിടെയാണ് അവരുടെ ഉറച്ച സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സീറ്റുകൾ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവിടെയും LDF-ന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾ പലതും നഷ്ടപ്പെടും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കാർഷിക മേഖലയിലെ, പ്രത്യേകിച്ചും നെൽകർഷകർ, റബ്ബർ കർഷകർ, അതുപോലെയുള്ള ആളുകളുടെ വലിയ തോതിലുള്ള അസംതൃപ്തിയുണ്ട്. തീരദേശ മേഖലയിലെ അസംതൃപ്തിയുണ്ട്. അതും കൂടാതെ പൊതുവെ ഭരണത്തിനെതിരായുള്ള ഒരു വികാരം അവിടെ വളരെ കൃത്യമായി വരുന്നുണ്ട്. അതിൽ ആലപ്പുഴ ജില്ല പോലെയുള്ള സ്ഥലങ്ങളിൽ, ആലപ്പുഴ പോലെയുള്ള പ്രദേശങ്ങളിൽ, കൊല്ലം പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ ധീവര വോട്ടുകൾ BJPയിലേക്ക് മാറുന്നുണ്ട് എന്നൊരു സിംറ്റമുമുണ്ട്. അത്തരത്തിലുള്ള ചില സൂചനകളുമുണ്ട്. അങ്ങനെ മാറുകയാണെങ്കിൽ LDF-ന് ആ വോട്ട് നഷ്ടം വരുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക UDF ആയിരിക്കും, BJP ആയിരിക്കില്ല. BJPക്ക് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും, പക്ഷേ BJP ആയിരിക്കില്ല അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക. അതിൻ്റെ ഫലമായി UDF-ന് അവിടെ മേൽക്കൈ ഉണ്ടാവും. തിരുവനന്തപുരം ജില്ലയിലാണ് എന്തെങ്കിലും സാധ്യത NDAക്ക് കൽപ്പിക്കുന്നത്. സ്വാഭാവികമാണ്, അവിടെ തന്നെയാണ് അവരുടെ പ്രതീക്ഷയും ഉള്ളത്. അവിടെയും 2 സീറ്റ് പരമാവധി വരാം, 0 to 2, അത് 0യും ആവാം. അങ്ങനെയുള്ള അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാപരമായ ശേഷിയൊക്കെ അവർക്കുണ്ടെങ്കിലും പഴയ പോലെ ഒരു കാഡർ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനോ CPI-യെ പോലും പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാനോ CPM-ന് കഴിഞ്ഞിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ലോക്പോൾ സർവേയുടെ ഫലമനുസരിച്ച് 81 മുതൽ 85, 89 സീറ്റ് വരെ ഇവർക്ക് കിട്ടാം. 39 മുതൽ 41 വരെ സീറ്റ് LDF-നും കിട്ടാം. 0 to 2 സീറ്റ്സ്, 2 സീറ്റ് UDF-ന്, NDAക്കും കിട്ടാം എന്നാണ് ഇതുവരെ ഈ സർവേ നമ്മളോട് പറയുന്നത്.